കൂട്ടായ്മയുടെയും യുടെയും സംഘാടനം ഒരു ആരോഗ്യകരമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് തുടർന്നു. ഇന്നലെ 13-ാം വാർഡിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം. അവിടെ നല്ലൊരു ജനക്കൂട്ടമായി വളരെ സഹകരണ മനോഭാവത്തോടെ ആ യോഗത്തിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ പങ്കെടുക്കും. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വേദിയാണ് നമുക്കുള്ളത്. 14-ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ ഇങ്ങനെ മുഖാമുഖം പരിപാടിക്ക് വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില പ്രത്യേകതകളുണ്ട്. അതൊന്ന്, രണ്ടുപേരും വനിതാ സംവരണ വാർഡിലാണ് മത്സരിക്കുന്നത്. രണ്ടുപേരും രണ്ട് മുന്നണികളെ പ്രതിനിധാനം ചെയ്യും. ഇവിടെ അപരന്മാരും സ്വതന്ത്രന്മാരുമില്ല. ഇതെല്ലാം മത്സരത്തിൻ്റെ പ്രത്യേകതകളാണ്. എങ്കിൽ സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ രണ്ട് സ്ഥാനാർത്ഥികളും അഭ്യസ്ത വിദ്യരാണ്, കോളേജ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവർ. ശ്രീമതി കെ.ടി. മൈമൂന പലരും കോളേജിൽ പോകാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചെറുവാടിയിൽ കോളേജ് വിദ്യാഭ്യാസത്തിന് പോയിട്ടുള്ള ഒരു മാതൃക വനിതയാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ശ്രീമതി കെ.ടി. മൈമൂന. ശ്രീമതി കെ.ജി. സീനത്ത് കേരളമംഗലം ശരിയ കോളേജ് മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഓർഫൻ ഇസ്ലാമിയ ഹയർ സെക്കൻഡറി സ്കൂൾ, മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ കോളേജ്, അവിടെ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം വാങ്ങി പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് UGCയുടെ നെറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വനിതയാണ്. അപ്പോൾ തികച്ചും പഞ്ചായത്തിലേക്ക് ഇനി ശീലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാലും മൈമൂന തിരഞ്ഞെടുക്കപ്പെട്ടാലും അത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അഭ്യസ്ത വിദ്യാഭ്യാസമുള്ളവർ, പൊതുപ്രവർത്തന പരിചയമുള്ളവർ ആയിരിക്കണം പഞ്ചായത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ള പുതിയ തലമുറയുടെ ആഗ്രഹത്തിന് പറ്റിയ രണ്ട് സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. നമ്മൾ കൊടിയത്തൂർ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്. 1956 നവംബർ 1-ാം തീയതി കേരള രൂപപ്പെട്ടു.
1957 ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ ജനാധിപത്യ രീതിയിലൂടെയുള്ള മന്ത്രിസഭ അധികാരമേറ്റു. 1988 പഞ്ചായത്ത് സംവിധാനത്തിന്റെ തുടക്കം കേരളത്തിൽ ആരംഭിച്ചു. കൊടിയത്തൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ കൊടിയത്തൂർ പഞ്ചായത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഞ്ചായത്തായിരുന്നു അന്നുണ്ടായിരുന്നത്. നമ്മുടെ തൊട്ടടുത്ത പന്നിക്കോട് മറ്റൊരു പഞ്ചായത്തായിരുന്നു കൊടിയത്തൂർ വേറെ പഞ്ചായത്ത്. ഈ കൊടിയത്തൂർ പഞ്ചായത്തിന്റെ ആദ്യത്തെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് ചെറുവാടി ചുള്ളിക്കാപ്പറമ്പിലാണ്. ചുള്ളിക്കാപ്പറമ്പിൽ എൻ്റെ പിതാവ് കട്ടയാട്ട് അബ്ദുഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ഇത് സ്റ്റുഡിയോ അതേപ്രകാരം ഫയലിൻ്റെ കമ്പ്യൂട്ടർ സ്ഥാപനവുമുള്ള ആ കെട്ടിടത്തിൻ്റെ താരത്തിലുണ്ടായിരുന്ന പഴയ കെട്ടിടത്തിൻ്റെ മുകളിലാണ് കൊടിയത്തൂർ പഞ്ചായത്ത് ബോർഡ് ഓഫീസ് എന്ന് പറയുന്ന ആദ്യത്തെ ഓഫീസിൻ്റെ ബോർഡ് എഴുതുന്നത്. അന്ന് പഞ്ചായത്ത് ബോർഡിൽ നേരിട്ട് ആൾക്കാരെ നിയമിക്കുവാനുള്ള അധികാരമുണ്ടായിരുന്നു. ആ അധികാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊടിയത്തൂർ പഞ്ചായത്തിലേക്ക് നിയമനം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഉദ്യോഗസ്ഥനാണ് ഇന്നും നമ്മോടൊക്കെ കൂടെ ജീവിക്കുന്ന സൗത്ത് കൊടിയത്തൂരിലെ ആഫീസർ കുഞ്ഞാലിയാക്ക എന്ന് പറയുന്ന KT കുഞ്ഞാലി സാഹിബ്. ഞാനിതെല്ലാവരുടെയും ഒരു പൊതുവിവരത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത്. രണ്ടാമത്തെ ഒരു നിയമനമായിരുന്നു കുന്നത്ത മൊയ്തീനാക്ക എന്ന് പറയുന്ന നമ്മുടെ കുന്നത്തെ വാപ്പൂരിയൊക്കെ വാപ്പയുടെ അനുജനായിരുന്ന കുന്നത്ത മൊയ്തീനാക്ക എന്ന് പറയുന്ന ആളാണ്. മൂന്നാമത്തെ നിയമനമായിരുന്നു നമ്മുടെ കൊടിയത്തൂരിലെ കണ്ണാട്ടിൽ തമിഴ്നാക്ക എന്ന് പറയുന്ന തമിഴ്നി സാഹിത്യകാലത്താണ് മരിച്ചു പോയത് അദ്ദേഹം. അടുത്ത നിയമനമായിരുന്നു ഇന്നും കക്കാടി ജീവിക്കുന്ന ആലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന ആൾ. അന്ന് കൊടിയത്തൂർ പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് KM മുഹമ്മദ് ഹാജിയായിരുന്നു. KM മുഹമ്മദ് ഹാജി അന്ന് കൈപ്പക്കി പഞ്ചായത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്നത്തെ രീതിയിലൂടെയുള്ള വാലറ്റ് സംവിധാനത്തിലൂടെയല്ല അന്ന് പഞ്ചായത്ത് മെമ്പർമാരെ തെരഞ്ഞെടുത്തു. ആൾക്കാർ ഇങ്ങനെ കൂടിയിട്ട് വാർഡ് അടിസ്ഥാനത്തിൽ ആൾക്കാർ ജനറൽ ബോഡിയിൽ സാധാരണ കമ്മിറ്റിക്കൊക്കെ തെരഞ്ഞെടുക്കുന്ന പോലെ ജനറൽ ബോഡിയിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കുന്ന രീതിയിലൂടെയാണ്. KM മുഹമ്മദ് ഹാജി, എൻ്റെ പിതാവ് കട്ടയാട്ട് അബ്ദുഹാജി, പറയനാട്ട് മുഹമ്മദ് ഹാജി, CT കോയിസനാക്ക എന്ന് പറയുന്ന സൗത്ത് കൊടി നമ്മൾ CT ഒക്കെ ഗ്രാൻഡ് ഫാദറായിട്ട് വരുന്ന കോയിസനാക്ക, AM ഉണ്ണിപ്പോക്ക് ഹാജി, ഉണ്ണിനാഗൻ എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു പ്രഥമ കൊടിയത്തൂർ പഞ്ചായത്തിലെ ബോർഡായിട്ടുള്ളത്. ശേഷം 1967 ഇന്ത്യ രാജ്യത്താകമാനം തന്നെ പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായി കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ശ്രീ അശോക് മെഹ്ത കമ്മീഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യയിലുടനീളം പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെട്ടത്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട പഞ്ചായത്താണ് കൊടിയത്തൂർ പഞ്ചായത്ത്. ഇന്നത്തെ കക്കാട് വില്ലേജ്, കുമരനെല്ലൂർ, കള്ളി തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടെ പന്നിക്കോട് പന്നിക്കോട് പഞ്ചായത്ത് കൂട്ടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്, ഒരു സംയുക്ത പഞ്ചായത്ത് കൊടിയത്തൂർ കക്കാട് വില്ലേജുകൾ അതിർത്തിയായിട്ട് രൂപീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ പഞ്ചായത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ പഞ്ചായത്ത് പിന്നീട് കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളായിട്ട് വിഭജിക്കപ്പെടുകയും ശേഷം കൊടിയത്തൂർ വില്ലേജ് മാത്രമായിട്ട് അതിർത്തിയായിട്ട് കൊടിയത്തൂർ പഞ്ചായത്ത് നിലവിൽ വരികയും ചെയ്തു. ഈ പഞ്ചായത്തിലെ ബോർഡിലേക്കാണ് നമ്മളിപ്പോൾ മത്സരം നടത്തുന്നത്. മൊത്തം നമ്മുടെ പഞ്ചായത്തിൽ 29,816 ആൾക്കാരാണ് ജനസംഖ്യയായിട്ടുള്ളത്. 21.81 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ ചതുരശ്ര നമ്മുടെ പഞ്ചായത്തിൻ്റെ ആകെ വിസ്തീർണം. ഈ പഞ്ചായത്തിലേക്കാണ് നിങ്ങൾ മെമ്പർമാരായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മഹാത്മാഗാന്ധിജിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു ഒരു ചോദ്യം, എന്താണ് ഡെമോക്രസി, വാട്ട് ഇസ് ഡെമോക്രസി, എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത് എന്നൊരു ചോദ്യം. അപ്പോൾ ഗാന്ധിജി അതിന് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി, ഒരു ഓട്ട മത്സരം. ആ ഓട്ട മത്സരം കുറേ ആൾക്കാർ പങ്കെടുത്തു. അതിൽ കുറേ ആൾക്കാർ പരാജയപ്പെടുകയും
ഒരാൾ ജയിക്കുകയും ചെയ്യും. ഇതാണ് ജനാധിപത്യമെന്ന് ഗാന്ധിജി ഒരു ഉപമയിലൂടെ മറുപടി പറഞ്ഞു. വായിക്കാം. ഇതേ പ്രകാരം ഒരാളെ ജയിക്കുകയും ഇതിൽ സിയത്തും മൈമൂനയും മത്സരിക്കുന്ന സമയത്ത് ഒരാളെ ജയിക്കുകയും ആ ഒരാൾ ജയിച്ചാൽ അത് 14-ാം വാർഡിൽ ജനപ്രതിനിധിയായിരിക്കും. 14-ാം വാർഡിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള നേതാവായിരിക്കും, നായികയായിരിക്കും. ഈ ഒരു ബോധ്യം ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും സ്ഥാനാർത്ഥികളെ പിന്തുണക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും. മത്സരം ആരോഗ്യകരമായി, മത്സരം ഗ്രാമത്തിന് വേണ്ടിയിട്ടുള്ളതായി, മത്സരം ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതായി. ഈ ബോധ്യം അടിപൊളി ഈ ചർച്ചയിലും ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷ എനിക്ക് നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ അവരെയും സമർപ്പിക്കുക. നമ്മൾ ഈ അടയാളം 2025 എന്ന പരിപാടി പരിപാടിയെ സംബന്ധിച്ചൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ 2 സ്ഥാനാർത്ഥികളും സ്വയം പരിചയപ്പെടുത്തുകയാണ് കഴിയുന്നത്. അതിന് 3 മിനിറ്റ് വരെ നിങ്ങൾക്ക് എടുക്കാം. അതിൽ നിങ്ങളുടെ ആശയങ്ങളെ സംബന്ധിച്ചോ നിങ്ങളുടെ ഭാവി പരിപാടികളെ സംബന്ധിച്ചോ നിങ്ങൾ പറയേണ്ടതില്ല. നമ്മളൊക്കെ കോളേജിൽ പോയിട്ടുള്ളവരാണ് 2 പേര്. സ്വയം പരിചയപ്പെടുത്താൻ നിങ്ങൾ എവിടെയാണ് പഠിച്ചത്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം പറയാം, നിങ്ങളുടെ വിദ്യാഭ്യാസം പറയാം, നിങ്ങളുടെ നിങ്ങൾ വഹിക്കുന്ന സ്ഥാനങ്ങളെ സംബന്ധിച്ച് പറയാം, തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ വല്ല സർട്ടിഫിക്കറ്റുകളോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയാം. തികച്ചും നിങ്ങളെ സംബന്ധിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആദ്യത്തെ മുന്നറിയിപ്പ്. ശേഷം നിങ്ങൾക്ക് 15 മിനിറ്റ് ഉണ്ടാകും. ആ 15 മിനിറ്റ് ഞങ്ങൾ ശ്രദ്ധിച്ചുള്ള 5 അന്വേഷണങ്ങളുണ്ട്. 2 പേർക്ക് വിതരണം ചെയ്തു. ഈ 2 അന്വേഷണങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വിശദീകരണമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം 18 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞ ശേഷം സദസ്യർക്ക് ചില അവസരങ്ങളുണ്ടാകും. ആ സദസ്യരുടെ അവസരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതിൽ അന്വേഷണങ്ങളും നിർദ്ദേശങ്ങളുമായി ഒരിക്കലും തന്നെ വിമർശനങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഒന്നുകൂടി പറയുകയാണ്, സദസ്സിൽ നിന്നും ആർക്കും അല്ലെങ്കിൽ ഇവിടെ അനുവദിക്കുന്ന രീതിയിലൂടെ ആർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാം. 1 മിനിറ്റിൽ ഒതുക്കുന്ന അന്വേഷണങ്ങളും നിർദ്ദേശങ്ങളുമായിരിക്കണം അതിൽ ഉയർന്നു വരേണ്ടത്. വിമർശനമോ കുറ്റപ്പെടുത്തലോ വ്യക്തിഹത്യയോ അതിൽ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് വിനീതനായിട്ടുള്ള എന്നെ ഇടപെടുത്തേണ്ട ഒരു ഘട്ടം വരും. ആ ഒരു ഘട്ടം നിങ്ങൾ ഉണ്ടാക്കരുത് ആദ്യമായിട്ട് വരിക. അതിന് മറുപടി ഇപ്പോൾ നമ്പർ 1 മൈമൂനോടാണ് അന്വേഷണം എങ്കിൽ 3 മിനിറ്റിൽ ഒതുക്കുന്ന രീതിയിലൂടെയുള്ള ഒരു മറുപടി മൈമൂന അതിന് നൽകേണ്ടത്. അതല്ല സീനത്തിനോടാണ് എങ്കിലും ആ 3 മിനിറ്റ് സീനത്തിന് ബാധകമായി. അതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഇന്നത്തെ ഈ 2020 സംവാദത്തിൽ നമ്മൾ തയ്യാറായിട്ടുള്ള പരിപൂർണമായിട്ടും എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ നമ്മൾ അന്വേഷിക്കുന്ന 5 കാര്യം, നമ്മൾ നിങ്ങളോട് ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ. 1, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? 2, വാർഡ് 14 അല്ലെങ്കിൽ കൊടിയത്തൂർ പഞ്ചായത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന് നിങ്ങൾ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? 3, കൊടിയത്തൂർ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് വിഭവ സമാഹരണത്തിന് വേണ്ടി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പൈസ ഉണ്ടെങ്കിലല്ലേ ചെലവാക്കാൻ പറ്റുന്നത്. പ്ലാനിംഗ് എന്ന് പറയുന്ന നിങ്ങൾ 2 പേരും വിദ്യാഭ്യാസപ്പെടുന്നവരായതുകൊണ്ട് മൂല്യങ്ങൾ പറയേണ്ടതില്ല. പണം ഉണ്ടെങ്കിലേ ചെലവഴിക്കാൻ പാടില്ല.
പണത്തിനനുസൃതമായിട്ടേ നമുക്ക് പദ്ധതി വിഭാവനം ചെയ്യാൻ പാടുള്ളൂ നിർദ്ദേശം. അത് ആ പണം ഉണ്ടാക്കാൻ, വിഭവം ഉണ്ടാക്കാൻ എന്താണ് നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുള്ള നിർദ്ദേശം? 4, സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്തെങ്കിലും നിർദ്ദേശിക്കാം. ഇത് പറയാൻ പ്രത്യേകമായിട്ടുള്ള കാരണം, ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ വനിത ആ ഗ്രാമത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തക നേതാവായിട്ട് അവരോധിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഉത്തരവാദിത്തം മാത്രമല്ല, സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള നായകത്വം കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. ആ നിലയ്ക്ക് നിങ്ങൾക്ക് ആ രംഗത്ത് സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിർദ്ദേശിക്കാൻ. 5, നിലവിലുള്ള കേരള അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇവിടെ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ മുന്നണിയുടെ പ്രഖ്യാപിത പരിപാടികളും അതേ പ്രകാരത്തിന്റെ നയങ്ങളും അതിന് നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു, നിങ്ങളുടെ മുന്നണി എങ്ങനെ വിലയിരുത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിക്കാം. ഈ 5 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് മറുപടി പറയാം. മൊത്തത്തിൽ നിങ്ങൾക്ക് പറയാം. 15 മിനിറ്റ് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിലുപരിയായിട്ട് 14ാമത്തെ മിനിറ്റ് ഒരു ചെറിയ വാണിംഗ് നിങ്ങൾക്ക് തരുന്നത് 15ാമത്തെ മിനിറ്റ് അത് പൂർണ്ണമായിട്ട് കൺക്ലൂഡ് ചെയ്യേണ്ടതും ആകുന്നു. 16ാമത്തെ മിനിറ്റ് നിർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് 2 സ്ഥാനാർത്ഥികളും പോകരുത് എന്നുള്ള അപേക്ഷയോട് കൂടിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നമ്പർ 1 മൈമൂന സ്വയം പരിചയം. മിനിറ്റ്. പ്രിയമുള്ളവരെ, ഞാൻ മൈമൂന, ഇവിടെ ചെറുവാടി ജനിച്ച് വളർന്ന ഒരാളാണ്. എൻ്റെ കല്യാണം കഴിച്ചത് ചെറുവാടിയിൽ തന്നെയാണ്. ഒരു 5 വീടിൻ്റെ വ്യത്യാസത്തിലാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ പരിചയം ഉണ്ടാവും. ഞാൻ 2000 മുതൽ 2010 വരെ പഞ്ചായത്തിൽ മെമ്പറായിരുന്നു. എനിക്ക് 3 പെൺകുട്ടികളാണ്. അവരൊക്കെ നല്ല വിദ്യാഭ്യാസം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചവടം കുടുംബമാണ്. ഞാൻ അബ്ദുറഹ്മാനയുടെ പേരക്കുട്ടിയാണ്. എനിക്ക് മുഹമ്മദ് സാഹിബിനെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. അദ്ദേഹം അകാലത്തിൽ മരിച്ച ഒരാളാണ്. അതുകൊണ്ട് അവർ വിഷമം എപ്പോഴും മനസ്സിലുണ്ടാവുന്നതാണ്. അങ്ങനെ പറയുന്നത്. ആ പറഞ്ഞാൽ ഇവിടെ +2 വരെ ചെന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും ഡിഗ്രി മണാശ്ശേരി MAMA കോളേജിലും PG ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചു. 2003 മെയ് മാസത്തിൽ ഈ ചെറുവാടിയിലേക്ക് പള്ളിവളപ്പിലെ KG മുജീബ് റഹ്മാൻ എന്ന വ്യക്തിയെ കല്യാണം കഴിച്ചു. 4 മക്കളുണ്ട്. 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും.
ഓക്കെ, താങ്ക് യു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നു. അത് സംബന്ധമായിട്ടുള്ള നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടേതായ ഭാഷ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ആദ്യം 1 KT മൈമൂനം പറയാം. 15 മിനിറ്റാണ് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം. 14ാമത്തെ മിനിറ്റ് നിങ്ങൾ ഒരു വാണിംഗ് തരും. 15ാമത്തെ മിനിറ്റ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ 15 മിനിറ്റ് നിങ്ങൾക്ക് എങ്ങനെയും പറയാം. ഓരോന്നും 1 by 2 3 അങ്ങനെ പറയാം. അതല്ല ഒന്നായിട്ടാണെങ്കിൽ അങ്ങനെയും പറയാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ രൂപത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കും. എങ്ങനെയും പറയാം. അതിനുള്ള ഫുൾ അവകാശം നിങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് തരും. മാസ്റ്ററാണ് മുഖ്യമന്ത്രി പോയി പറയുമ്പോൾ സാമൂഹ്യ അകലം പാലിക്കും. ഈ സംവാദത്തിൽ ചാനൽ കവർ ചെയ്യുന്നതല്ല. 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 1 പരിചയപ്പെടുത്തൽ കഴിഞ്ഞു. രണ്ടാമത്തേത് വാർഡ് 14 അല്ലെങ്കിൽ കൊടിയത്തൂർ പഞ്ചായത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ. വാർഡ് 14 എന്ന് പറഞ്ഞാൽ ഒരു കുന്നും മലയും ഇറക്കവും കുറച്ച് പാടങ്ങളൊക്കെ കൂടെ അടങ്ങിയൊരു പ്രദേശമാണ്. കാര്യമായിട്ട് പിന്നെ ബിൽഡിങ്ങുകളൊന്നുമില്ല. അതായത് സ്കൂളിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു അംഗൻവാടി ഇവിടെ ആലിംഗിൻ്റെ സ്കൂളിൽ മാത്രമേ ഇവിടെ അല്ലാതെ കാര്യമായിട്ട് വേറെ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തൊരു വാർഡാണ്. പ്രത്യേകിച്ചും കർഷക തൊഴിലാളികളും പിന്നെ അധിക ജോലി സർക്കാർ ജോലിയുള്ള ആൾക്കാരൊക്കെ കുറവാണ്. കൂടുതൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജനങ്ങളാണ് ഈ വാർഡിലുള്ളത്. ഞാൻ ഈ വാർഡ് 2 പ്രാവശ്യം റൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും പിന്നെ പ്രശ്നങ്ങളായി തോന്നിയത് കുടിവെള്ള പ്രശ്നവും പാർട്ടിയുടെ പ്രശ്നവുമാണ്. അത് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ചില ഏരിയകളിൽ നല്ലവണ്ണമുണ്ട്, ചില ഏരിയകളിൽ കുറച്ച് അവിടെയും കൂടി കുറച്ച് കിട്ടാത്തതുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിന് നമ്മൾ ആദ്യമായിട്ട് പരിഹാരം കാണാം. പിന്നെ വീടില്ലാത്ത ആൾക്കാരും കുറച്ചൊക്കെ ഉണ്ട്. അപ്പം ലൈഫിൽ കുറേ വീട് വന്നത് ഇനി സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ലൈഫിൽ പെടാത്തവർക്ക് വീട് കൊടുക്കാനുള്ളൊരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശവും പാലിക്കപ്പെടാൻ ശ്രമിക്കുക. പിന്നെ കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ കാര്യമായിട്ട് നമുക്ക് പിന്നെ കൃഷി മേഖല തന്നെയുണ്ട്. അല്ലാതെ വ്യവസായങ്ങൾ കുറവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വ്യവസായം കൊണ്ട് പറയുമ്പോൾ ചെറുകിട വ്യവസായങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതിനൊക്കെ നമുക്ക് ശ്രമം നടത്താം. കാര്യമായിട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റോഡ് വികസനമൊക്കെ അത്യാവശ്യം വാർഡിൻ്റെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ തുടർ ഭരണത്തിൽ ഇനിയും ഭരണം LDF കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മളിവിടെ ചില കുടിവെള്ള പദ്ധതി ആലോചിക്കുന്നുണ്ട്. അത് വിപുലീകരിക്കാനും അതിനുള്ള ശ്രമങ്ങൾ നടത്തും. അല്ല, രണ്ടാമത്തെ ഉത്തരം പറഞ്ഞത് എല്ലാത്തിനും പറയാം. വിവാഹ സമാഹരണത്തിന് നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ. വിവാഹ സമാഹരണം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കനഡ് ഫണ്ട് ഉണ്ടാവും, പിന്നെ പ്ലാൻ ഫണ്ട് ഉണ്ട്, പിന്നെ MLA ഫണ്ട്, അങ്ങനെ ഒരുപാട് ഫണ്ടുകളൊക്കെ വരാനുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വ്യക്തികൾ സ്പോൺസർ ചെയ്യുന്ന ഫണ്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ട് ഉള്ള വികസനമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിങ്ങൾക്ക് പറയാനുള്ളത്. ഞാനൊരു വനിതാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇടപെടാറുണ്ട്. പരിഹരിക്കാൻ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടുംബകലഹം പിന്നെ ഡിവോഴ്സൊക്കെ ഉണ്ടാകുമല്ലോ. അതിലൊക്കെ ഞങ്ങൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ
പ്രസിഡന്റ് കൂടിയാണ് ഈ പഞ്ചായത്തിൻ്റെ. അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ട് ഇടപെടാറുണ്ട്. അതുപോലെ തുടർന്നും ഈ അങ്ങനത്തെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടിലെന്ത് എന്ത് ആഘോഷങ്ങൾ, എന്ത് ഇപ്പം നാട് നടലാൽ അങ്ങനെ എന്ത് കൃഷി രംഗത്തും എന്ത് പ്രവർത്തനത്തിന് ആരംഭിച്ചാൽ ഞാൻ പോകാറുണ്ട്, അതിലൊക്കെ ഏർപ്പെടാറുണ്ട്. പിന്നെ അതിനൊക്കെ എല്ലാവിധ സഹകരണവും നൽകാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം പറഞ്ഞാൽ നമ്മൾ പിന്നെ പാലിയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് ഉണ്ടാവാറില്ല. നമുക്ക് ചിലപ്പോൾ ഞാൻ ഇവിടെ നാട്ടിലില്ലാത്തൊരു സ്ഥിതി ഉണ്ടായില്ല. അങ്ങനെ ആയപ്പം പോവുകയും ചെയ്യും. പിന്നെ അഗതി ആശ്രയ പദ്ധതിയിൽപ്പെട്ട ആൾക്കാരൊക്കെ സന്ദർശിക്കുക, അവരൊക്കെ എല്ലാവിധ സഹകരണവും സഹായം ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കാണ് ഞങ്ങൾ കാര്യമായിട്ടും പരിഹരിക്കാൻ ശ്രമിക്കുക. കാരണം അവർ എല്ലാവരോടും നമുക്ക് തുറന്ന് പറയാനില്ലെങ്കിലല്ല. അപ്പോൾ ഈ കുടുംബത്തിൽ എന്തുണ്ടായാലും നമ്മൾ ഇടപെട്ടിട്ട് ധന്യമായി പരിഹരിക്കാൻ ശ്രമിക്കുക. പിന്നെ വിലക്കയറ്റം, അങ്ങനത്തെ ഗ്യാസിന് വില കയറുക, സാധനങ്ങൾ വില കയറുന്ന സമയത്തൊക്കെ നമ്മൾ സ്ത്രീകളൊക്കെ സംഘടിപ്പിച്ച് സമരമൊക്കെ നടത്താറുണ്ട്. ഇവിടെ ഈ കേന്ദ്രത്തിനും മുക്കത്ത് വീട്ടിൽ അങ്ങനത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏർപ്പെടാറുണ്ട്. തുടർന്ന് ഈ രംഗത്ത് ഞാൻ പ്രവർത്തിക്കാൻ ഉണ്ടാവുമെന്ന് പറയുകയാണ്. ജില്ലാ ക്വസ്റ്റ്യൻ നിലവിലുള്ള കേരള ഇന്ത്യൻ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ കുറിച്ച് ആനുകാലിക രാഷ്ട്രീയം വരെ നിങ്ങൾക്ക് പറയാം. ആനുകാലിക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പൊതുവെ LDF-UDF എന്നുള്ളൊരു രാഷ്ട്രീയമാണ്. പക്ഷേ ഇപ്പം മൂന്നാമത് BJP വളർന്നു വരുന്ന സാഹചര്യം കാണുന്നുണ്ട്. ഒരിക്കലും നമ്മൾ വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നൊരു നയം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ എപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിയാൽ മോദി വളർന്നു വന്നൊരു കാലഘട്ടമാണ്. അത് ഫാസിസം മാത്രമാണ് അത് മനസ്സിലാക്കുന്നത്. ഓരോരുത്തരും ഓരോരുത്തരെ ശത്രുക്കളായി കണ്ടിട്ട് ഇല്ലാതാക്കാനുള്ളൊരു പരിപാടിയാണ്. മുസ്ലിങ്ങൾ ശത്രുക്കൾ, ക്രിസ്ത്യാനികൾ ശത്രുക്കൾ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു മൂന്നാമത്തെ ശത്രു കഴിഞ്ഞത്. അത് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നതാണ്. കാരണം ഈ 4 ശത്രുക്കളുള്ളതിൽ മൂന്നാമത്തെ ശത്രുക്കളാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിട്ടാണ് ഈ മതേതരത്വം ജനാധിപത്യം നിലനിൽക്കുന്നത്. കേരള രാഷ്ട്രീയം ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ പൗരത്വ പ്രശ്നമൊക്കെ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രിയാണ് ധൈര്യത്തിൽ ആ സംഭവം ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ഇവർ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടായാലും അത്ര ധൈര്യത്തിൽ പറഞ്ഞൊരു മുഖ്യമന്ത്രിയില്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരൊക്കെ 2 നയമാണ് അവർക്ക്. കേരളത്തിലൊരു നയം, ഇവിടുന്ന് പോയാൽ വേറൊരു നയമാണ്. ഒരു അർദ്ധ BJP നയമാണ് അവർക്കുള്ളത്. അപ്പോൾ എല്ലാ സമയത്തും വർഗീയതക്കെതിരെയും ഫാസിസത്തിനെതിരെയും പൊരുതുന്ന സംഘടനയുടെ വക്താവാണ് ഞാൻ. അതിനുവേണ്ടി ജീവൻ പണയം വെച്ചും പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ പ്രത്യേകിച്ചും ഒരു അരാഷ്ട്രീയവാദവും വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പുതിയ തലമുറയ്ക്ക് ഒരു രാഷ്ട്രീയത്തിനോടും ഒരു ആഭിമുഖ്യമില്ലാത്തൊരു സംഭവമാണ്. അപ്പം അങ്ങനെ എന്തായാലും ആരായാലും എന്താന്നുള്ളൊരു വിചാരമാണ്. അപ്പോൾ അതൊക്കെ ഒരു തിരുത്തപ്പെടേണ്ട സംഗതിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ തകർച്ച ഒരു വലിയ സംഭവമാണ്. അത് കോൺഗ്രസ് പറഞ്ഞാൽ അവർ ഇലക്ഷനിലൊക്കെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയെങ്കിൽ നമ്മൾ കാണുന്ന അവരെ BJPൻ്റെ കൂടെയാണ്. അതൊരു വലിയ ദാരുണമായൊരു സംഗതിയാണ്. അത് ഒരിക്കലും സംഭവിക്കാത്തതാണ്. പക്ഷേ നമ്മളെത്ര ഇപ്പോൾ കേരളത്തിലാണ് ഇപ്പോഴും കുറച്ചെങ്കിലും ആ പ്രവണത കാണാത്തത്. അത് അടുത്ത് ഒരു 5 വർഷം കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം
ഏകദേശം അങ്ങോട്ടാണ് പോകുന്നതിലേക്ക് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ജനാധിപത്യവും നിലനിൽക്കാൻ ശരിക്കും ഒരു ഇടതുപക്ഷ ബദലാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു വേമന. സൂം ചെയ്തിട്ടാ ക്ലിയർ ആയിട്ടാണ് സൂം ചെയ്തിട്ട് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ എന്താണെന്നാണ്? ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് ജാതിവർഗ ഭേദ വ്യത്യാസമില്ലാതെ വിവേചനമില്ലാതെ ഒരു വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതിന് ഈ വാർഡിലെ മുഴുവൻ ഹ്യൂമൻ റിസോഴ്സും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ വികസനം നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. കാര്യമായി എല്ലാ വാർഡിലെ വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും എല്ലാ മേഖലകളിലുമുള്ള വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. എല്ലാവർക്കും ഉള്ള വികസന പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ 4 മാസത്തിലൊരിക്കലെങ്കിലും എല്ലാ വീടുകളും കയറി ഇറങ്ങി ക്ഷേമാന്വേഷണങ്ങൾ നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. ഈ വാർഡിൽ ഞാൻ വിജയിച്ചാൽ കുടിവെള്ളം ഒരു ഭാഗത്തും കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല, അങ്ങനെ കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. പിന്നെ നമ്മുടെ പദ്ധതി എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും അടുക്കള തോട്ടമാണ്. അതിനാവശ്യമുള്ള ഗ്രോ ബാഗുകളും വിത്തുകളും വളങ്ങളും അതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കുക. അതേപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ പശുവിനെ വളർത്തുന്നവർക്ക് ബയോഗ്യാസിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ദുരിതാശ്വാസ നിധി, പിന്നെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരു ദുരിതാശ്വാസ നിധി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. രോഗികൾക്കും പിന്നെ നിർദ്ധരായ കുടുംബങ്ങൾക്കും സഹായമാവുന്ന രീതിയിൽ ഓരോ വീട്ടിലും കളക്ട് ചെയ്യുന്ന രൂപത്തിൽ ഒരു ദുരിതാശ്വാസ നിധി രൂപീകരിക്കും. പിന്നെ കായിക മേഖലയിൽ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകും. ഇപ്പോൾ നീന്തൽ പഠിപ്പിക്കുക, ഫുട്ബോൾ കോച്ചിങ് നൽകുക. ഇപ്പോൾ നമുക്ക് +1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീന്തൽ സർട്ടിഫിക്കറ്റ് വാങ്ങാറുണ്ട്. അപ്പോൾ എല്ലാവരും നീന്തൽ അറിയാത്തവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വാർഡിലുള്ള എല്ലാ കുട്ടികളും നീന്തൽ അറിയണം ഉള്ള ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് അതിനുള്ള ട്രെയിനിങ് നൽകും. പിന്നെ യുവാക്കളുടെ ആരോഗ്യത്തിന് വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ജിംനേഷ്യം സ്ഥാപിക്കും. പിന്നെ ഒരു കർമ്മസേന രൂപീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ക്ലബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെ ഉള്ളവരും അല്ലാത്തവരും ആഗ്രഹമുള്ള യുവാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ ട്രെയിനിങ് നൽകിയിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളപ്പൊക്കം പിന്നെ ഇങ്ങനെ കാറ്റ് അങ്ങനെയൊക്കെ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു ദ്രുതകർമ്മസേന രൂപീകരിക്കും. പിന്നെ ഗ്രാമസഭകൾ ജനകീയമാക്കും. ഗ്രാമസഭകളിൽ ആളുകൾ കൂടുമ്പോൾ അവർക്ക് അവരുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിനെ പറ്റി പെൻഷൻ പദ്ധതികളെ പറ്റിയൊക്കെ ക്ലാസ് കൊടുക്കുക, ആരോഗ്യ ക്ലാസുകൾ സംഘടിപ്പിക്കുക. അങ്ങനെ ഗ്രാമസഭകളെ സജ്ജീകരിക്കുക. പിന്നെ വിധവകൾക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക. പിക്കൽ ഫാക്ടറി ടൈലറിംഗ് യൂണിറ്റൊക്കെ തുടങ്ങിയിട്ട് അവരെ സ്വയം തൊഴിൽ നൽകുക. 2 മാസത്തിലൊരിക്കലെങ്കിലും സൗജന്യമായി ഡോക്ടറുടെ സേവനം ഈ വാർഡിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഹോൾസെയിൽ റേറ്റിൽ ഗുളികകൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കൊടിയത്തൂർ പഞ്ചായത്ത് വിഭവ സമാഹാരത്തിന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു ഫിനാൻസ് ഈസ് ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. പക്ഷേ ഇപ്പോൾ അത് ഫിനാൻസ് അല്ല.
ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ. കാരണം എന്താ വെച്ചാൽ ഫിനാൻസ് നമുക്ക് എവിടുന്ന് ഉണ്ടാക്കാം, എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. കാരണം എല്ലാവരും ഇപ്പം അതിന് സജ്ജരാണ്. നമുക്ക് ബ്ലോക്കിൽ നിന്ന് ഉണ്ടാവും, ജില്ലയിൽ ഉണ്ടാവും, MP ഫണ്ട് ഉണ്ടാവും, MLA ഫണ്ട് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരും നന്മയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു സഹായ സന്നദ്ധരായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നമുക്ക് ഫണ്ട് എത്തിക്കാം. ഇപ്പോൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതി. എത്ര പണിയുള്ള ഒരു വീട് ഉണ്ടാക്കണം. അപ്പം ഫിനാൻസ് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത സംഗതിയാണ്. പിന്നെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ പരസ്പര സഹായ സംഘടനകൾ ഉണ്ടാക്കും. പരസ്പര സഹായം നൽകുന്ന പിന്നെ മൈക്രോ ഫിനാൻസ് ഉണ്ടാക്കുക. ഈ കുടുംബശ്രീയുടെ വായ്പ നൽകുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക. പാലിയേറ്റീവിനെ ഉപയോഗപ്പെടുത്തി പാലിയേറ്റീവിൽ കൂടുതൽ ആൾക്കാർക്ക് ട്രെയിനിങ് നൽകി പാലിയേറ്റീവിൽ പ്രവർത്തിക്കാൻ ആൾക്കാരെ സജ്ജരാക്കുക. പിന്നെ നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ അഴിമതിയും അക്രമവും നിറഞ്ഞൊരവസ്ഥയാണെങ്കിലും മനുഷ്യരെല്ലാവരും ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അതുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു തണലായിട്ട് 24 മണിക്കൂറും അല്ലെങ്കിൽ എപ്പോഴും സേവനം ലഭിക്കുന്ന ഒരു ഓഫീസ് 14-ാം വാർഡിൽ തുറന്നു പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. അപ്പോൾ 2 സ്ഥാനാർത്ഥികളും നമ്മൾ അവരോട് ഔദ്യോഗികമായിട്ട് ചോദിച്ചിട്ടുള്ള 5 കാര്യങ്ങൾക്കുള്ള അവരുടെ വിശദീകരണം അവരുടേതായ ഭാഷയിൽ അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒരു 15 മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിർദ്ദേശങ്ങളും അന്വേഷണങ്ങളും നമുക്ക് 15 മിനിറ്റ് സദസ്യർക്ക് കൊടുക്കുകയും ഇതിൽ 1 മിനിറ്റ് ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾ നിർദ്ദേശങ്ങളോ അന്വേഷണമോ നടത്താവുന്നതോ അതാരാണ് മറുപടി പറയുന്നത് സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിരുന്നു അവർ മറുപടി പറയുന്നതുമാണ്. അത് ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത്, ആരോടാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് എന്ന് നിങ്ങൾ ചോദ്യം കൊണ്ട് തന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. LDFിൻ്റെ ആരെങ്കിലും സംസാരിക്കാൻ? ഇവിടെ 2 സ്ഥാനാർത്ഥികളും പ്രതിപാദിച്ച സുനിൽകുമാർ കാര്യങ്ങൾ പ്രധാനമായും കുടിവെള്ള പ്രശ്നവും പാർപ്പിട പ്രശ്നങ്ങളും ആണ്. ഞങ്ങൾക്കും വീട് കയറിയപ്പോൾ ആ പ്രശ്നങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഹലോ, കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം വീടുകൾ കയറി വാർഡിൻ്റെ അതിർത്തികളും വാർഡ് മുഴുവനും കറങ്ങിയപ്പോഴും ഉണ്ടായ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും എത്രയോ മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പശ്ചാത്തല മേഖലയാണെങ്കിലും കുടിവെള്ള മേഖലകളാണെങ്കിലും ആരോഗ്യ മേഖലകളാണെങ്കിലും മറ്റുള്ള
പാർപ്പിട മേഖലകളാണെങ്കിലും എല്ലാത്തിലും ഒരു 95% എന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിനെ ആ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം പ്രശംസിക്കുകയാണ്. ഇനി പോരായ്മ എന്ന് പറയുന്ന മേഖലകളിൽ, കുടിവെള്ള മേഖലയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് കുടിവെള്ള സ്രോതസ്സുകൾ ഇനിയും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തി പോരായ്മയുള്ള സ്ഥലങ്ങളിൽ അത് പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ വ്യക്തമായൊരു മാനിഫെസ്റ്റോ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോയിൽ ഇനി വരാൻ പോകുന്ന കാർഷിക മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അതിലെല്ലാ മേഖലകളിലും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വ്യക്തമായൊരു നയരേഖ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ നയരേഖയുടെ അടിസ്ഥാനത്തിൽ പോരായ്മയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പോരായ്മ നികത്തി വേണ്ടപ്പെട്ട രീതിയിൽ അതുമായി സഹകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 14 വാർഡിനെ സംബന്ധിച്ചിടത്തോളം തന്നെ 1-2 പദ്ധതികൾ നടപ്പിലാക്കിയതിൽ അതിൻ്റെ ഒരു പദ്ധതി പ്രദേശത്ത് ചില പ്രശ്നങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അത് എന്തൊക്കെയോ അതിലുള്ള ചില പ്രശ്നങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതിലും കാര്യമായ ഒരു ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അതും പോരായ്മ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു സനിൽകുമാർ. അത് ഈ നിർദ്ദേശങ്ങളായിട്ട് 1-ാം വാർഡിലെ ആർക്കങ്ങനെ കൊടുത്ത നിർദ്ദേശങ്ങളായിട്ട് 2 സ്ഥാനത്തേക്ക് കൊടുക്കാമെന്നുള്ള ഒരാൾക്ക് പൊതുനിർദ്ദേശം. എന്നാലും പൊതുനിർദ്ദേശമായിട്ട് മറുപടി പറയേണ്ടതില്ല. പ്രത്യേക ഇന്ത്യയിൽ നിർദ്ദേശമാണോ അതിന് സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഷെരീഫ് അക്കരപ്പറമ്പിൽ എൻ്റെ സേവൻ സെൽകുമാർ ഇവിടെ സംസാരിച്ചു. ഈ 5 വർഷത്തിനുള്ളിൽ 95%-ഓളം ശരി. നിങ്ങൾ ഒരാൾ സംസാരിച്ചത് വിമർശനമായിട്ട് കാണണ്ട, അറിയാനുള്ള ചോദ്യമാണ്. ഓക്കെ, ഞാൻ ഈ ഒരു 14-ാം വാർഡിൽ ഉള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നൊരു സ്കൂള് ചുള്ളിക്കാർപ്പ് LP സ്കൂളാണ്. ആ സ്കൂളായിട്ട് ബന്ധപ്പെട്ട് 4 കൊല്ലം ഞാൻ ആ സ്കൂളിൽ വളരെ SLC ചെയർമാനായിട്ടും അതിൽ PT മെമ്പറായിട്ടും ഉണ്ടായിട്ടുള്ള സംഭവം ഇവിടെ വിവരിക്കുകയാണ്. ആ സ്കൂളിൽ ചേറ്റൂർ മുഹമ്മദ് സാഹിബ് മെമ്പറായ സമയങ്ങളിൽ നമ്മൾ പലവട്ടങ്ങളും അതിൻ്റെ വികസനമായിട്ട് ഓരോരോ കാര്യങ്ങളിലും പഞ്ചായത്തിലും മറ്റു കാര്യങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു. ഒന്നുപോലും അത് സാധിപ്പിക്കാൻ മെമ്പർക്കോ അത് ബന്ധപ്പെട്ടവർക്കോ സാധിച്ചിട്ടില്ല. പക്ഷേ 5 കൊല്ലത്തെ വികസനം എന്ന ഒരു നോട്ടീസ് ഇവിടെ LDF പഞ്ചായത്തിന് വീടുകളിൽ വീടാകട്ടെ അവർ കൊടുത്തിട്ടുണ്ട്. അതിലവർ പറയുന്നുണ്ട് ആ സ്കൂളിൽ പ്രാഥമിക ഭക്ഷണം, അതായത് രാവിലത്തെ ചായ അവരാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുപോലെ കുടിവെള്ളം അവരാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്ലാസ് റൂമുകൾ മോഡീകരിച്ചിട്ടുള്ളത് അവരാണ്. അത് ഞാൻ അറിയുന്നത് കൊണ്ടാണ്, ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വ്യക്തമായിട്ട് ഞാൻ ഇടപെട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിവിടെ വിവരിക്കുന്നത്. അവിടെ പ്രഭാത ഭക്ഷണം ഞാൻ കാരശ്ശേരി ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ടു. കാരശ്ശേരി ബാങ്കാണ് അത് ചെയ്തു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കുടിവെള്ളം റിയാദിലെ ഒരു ടീംസാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. സ്മാർട്ട് ഗ്ലാസ് ചെയ്തു തന്നിട്ടുള്ളത് സിദ്ദീഖ് ബുറായിൽ ഞാൻ പോയി ബന്ധപ്പെട്ടു. മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് ഒരു സംഭവം അവിടെ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ആ മെമ്പറെ തന്നെ ഉണ്ടായാലും വിളിച്ചറിയിക്കുക, അന്വേഷിക്കുക. സ്കൂളിൽ HM അന്വേഷിക്കുക, അവിടെയുള്ള PT കമ്മിറ്റി ഓടി അന്വേഷിക്കുക. ഒന്നും അവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ളത് പച്ച കള്ളമാണെന്നുള്ളത് ഇവിടെ ഇരിക്കുകയാണ്. താങ്ക് യു ഷെരീഫ്. 2 രീതിയിലും
അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഓരോരുത്തരും. അതാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. നിർദ്ദേശങ്ങളായിട്ട് വിഷയങ്ങൾ പറയാം അതൊന്നും പ്രശ്നമില്ല. ഞാൻ നേരത്തെ തന്നെ ആമുഖമായിട്ട് പറഞ്ഞാണ്, നിങ്ങൾ തമിഴൊക്കെ എല്ലാവരും നമ്മളൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ട് ഷരീഫ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും പറയുക എന്നുള്ളതാണ്. അത് ഈ നമ്മുടെ ആദ്യമേ ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഇനി അങ്ങോട്ട് ഇങ്ങനെ ആ രീതിയിലുള്ള ഒരു ഇവർക്ക് ഈ വിഷയങ്ങളെ ഇതിൽ വരേണ്ടത്, ഈ വിഷയങ്ങൾ ശരി പറഞ്ഞത് കറക്റ്റ് ആയിരിക്കാം, പക്ഷെ ആ വിഷയം ആളുകളെ പ്രതിപാദിക്കാതെ വിഷയങ്ങളെ അവതരിപ്പിക്കാം. അങ്ങനെ സ്വാഭാവികമായിട്ടും അത് മൈമൂനയുടെ പ്രകടന പത്രികയാണ് അവർ വിമർശനത്തിന് വിധേയമായത്. 2 മിനിറ്റ് മൈമൂനയോട് പറയുന്നത്. ചുള്ളിക്കാർക്ക് LP സ്കൂൾ പറഞ്ഞാൽ നമ്മളെല്ലാവരും പഠിച്ച് വളർന്ന ഒരു സ്കൂളാണ്. നമ്മൾ ചിലപ്പം അമ്മമാരും ഒക്കെ പഠിച്ച അത്രയും പാരമ്പര്യമുള്ള സ്കൂളാണ്. ആ സ്കൂൾ പറഞ്ഞാൽ ആ സ്കൂൾ ഇപ്പോൾ ആ സ്ഥിതിയിൽ നിൽക്കുന്നത് ഒരു വ്യക്തി അതിനായിട്ട് ഒരു കഞ്ഞൊരു പഴം മാത്രമല്ല കൊടുത്തത്, ഒരു 10 സെന്റ് സ്ഥലം സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എനിക്കൊരു വികാരമുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ സ്കൂളുകൾക്ക് സ്പോൺസർ ചെയ്യാറുണ്ടാൽ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ തന്നെ കുറേ ചുരുക്കി കൊടുത്താൽ അവനൊരു ധർമ്മം പോലെ കൊടുത്തായിരിക്കും. എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അയാളെ സമ്പത്തിൽ ചിലപ്പോൾ അയാളെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് കൊടുത്താണ്. അതൊരു കണക്ക് പറിച്ചിട്ട് ശരിയല്ല. പിന്നെ പ്രകടനത്തിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്കൂളിൻ്റെ വികസനം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എഴുതി പോയ സംഭവമാണ്. ഇന്ന ആൾ സിദ്ധിക്ക് കേസായിട്ട് വരികയാണെങ്കിൽ മറുപടി ഞങ്ങൾ പറയുന്നത് അല്ല, ശരി പിന്നെ പറയാനാണ് അവകാശമില്ല. സ്കൂളിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ഇങ്ങനെ സ്കൂളുണ്ടായത് ആ സ്കൂൾ എങ്ങനെയാണ് നിലവിൽ വന്നത്. നിങ്ങൾ പറഞ്ഞ സംസ്ഥാന സർക്കാർ ഒരു പൈസയും കൊടുക്കാതെ നാട്ടുകാരുണ്ടാക്കിയാണ് സ്കൂൾ അല്ലല്ലോ. എത്രയോ ഫണ്ട് വെച്ചിട്ട് ഡിജിറ്റലൈസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 നേരം ഭക്ഷണം കൊടുത്ത് എത്ര നാട്ടുകാർ എത്ര ആൾക്കാർ നമ്മളിവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കണക്കറിയല്ലോ. ഈ കൊറോണ കാലത്ത് എത്ര ആൾക്കാരെ പൈസനോടെ സംസ്ഥാന സർക്കാരോട് ഭക്ഷണം കൊടുത്ത് നമ്മൾ അറിയില്ലല്ലോ. പിണറായി കൊടുത്താന്ന് നമ്മൾ അറിയില്ലല്ലോ. അതുകൊണ്ട് ആ വാദേ തെറ്റാന്ന് എനിക്ക് പറയുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഒരാൾക്ക് ഒരു ഇല്ല. മുഹമ്മദ് യൂസുഫ് 14ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥികളും ഇവിടെ പറഞ്ഞൊരു സംഗതി കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് വെള്ളപ്പൊക്കത്തിൻ്റെ അതോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഏതായാലും കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് പല പദ്ധതികളും നമ്മുടെ വാർഡിൽ വന്നിട്ടുണ്ട്. അതുപോലെ കണ്ടങ്ങൽ പ്രദേശത്ത് ഒരു കുടിവെള്ളം വന്നിട്ടുണ്ട്. കണ്ടങ്ങൽ ഭാഗത്ത് കിണറും അതുപോലെ അത് നരകുന്ന് ചിന്നിക്കപ്പറമ്പിൻ്റെ മുകളിൽ ഉള്ള ടാങ്കും അതിനോടനുബന്ധിച്ചുള്ള കുടിവെള്ളവും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം ആ പ്രദേശത്ത് ആ ഭാഗത്തുള്ള ആളുകൾ അതിൻ്റെ ഉപഭോക്താക്കളായിട്ട് പൈപ്പ് കണക്ഷൻ വരെ കൊടുത്ത ഒരുപാട് പേര് അവർ പല പ്രാവശ്യം കഴിഞ്ഞ ഭരണസമിതിയെ സമീപിക്കുകയും അവർ പരാതികൾ വരെ കൊടുത്ത് ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ LDF ഭരണസമിതിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരു പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു മറുപടി പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു അടുത്ത 5 വർഷം LDFന് അഥവാ യാദൃശ്ചികമായിട്ടെങ്കിലും നമ്മുടെ ഈ പഞ്ചായത്ത് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നാണ് വാർഡ് മെമ്പർ ഉദ്ദേശിക്കുന്നത്. സ്ഥാനാർത്ഥി സോറി, ഏത് സ്ഥാനാർത്ഥിയാണ് മറുപടി പറയുന്നത്? അത് LDFനെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്വേഷിക്കാനുള്ളത്. യൂസുഫ് സാഹിബിൻ്റെ ചോദ്യം ഞാൻ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ആ കുടിവെള്ള പദ്ധതിനെ പറ്റി എന്നെക്കാളും നന്നായി അറിയുന്നത് യൂസുഫ്
ഇവിടെ ഇവിടെ മറ്റേ ഞങ്ങളുടെ ഈ വാർക്ക ഇതൊക്കെ ശരിക്കറിയാം. അപ്പോൾ അവിടെ നിലവിലുള്ള കുടിപദ്ധതി പറഞ്ഞാൽ SC കുടിവെള്ള പദ്ധതിയാണ്. അതിന് ബ്ലോക്കിൻ്റെ ഒരു പദ്ധതി വേണം. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് ചോദിച്ചപ്പോൾ അത് ഒന്നാമത് ആ കിണറിൽ വെള്ളം കുറവാണ്, വേനൽക്കാലാവുന്ന ഞാൻ പഠിച്ചത്. ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ അങ്ങനെ കൊടുക്കുമ്പോൾ SC കുടിവെള്ള പദ്ധതിയാണ്. പിന്നെ പോരാട്ടത്തിൽ ഈ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വേറൊരു കിണറും കൂടെ വെച്ചിട്ട് കിട്ടാത്തൊരു വെള്ളം കൊടുക്കണം തന്നെയാണ് ഉദ്ദേശം. പിന്നെ വലിയ തീരെ ശ്രമിച്ചില്ല പറഞ്ഞാൽ ഈ വാർഡിലെ മെമ്പർ ആരെങ്കിലും കൂടി നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ്. നിങ്ങളും കൊണ്ടുവരുന്ന ആളെങ്കിലും ഇവിടുത്തെ മെമ്പർ, അതുകൊണ്ട് മെമ്പർക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. മെമ്പർ കൊണ്ടുവരുന്നു, അതിൻ്റെ ആൾക്കാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യത്തിന് ശരിക്കുള്ള മറുപടി എൻ്റെ രീതിയിലുള്ള മറുപടി പറഞ്ഞാൽ അവിടെ ഒരു കിണറോട് നിർത്തിയിട്ട് വെള്ളമില്ലാത്തൊരു വെള്ളം എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഞാനിതാ ഒരു ചോദ്യം ഒരുപാട് ഉപജോലി ചോദിക്കുമ്പോൾ നമ്മൾ അതിർത്തി കടന്ന് ഒന്നായ കണ്ടത്തിലേക്ക് പോകും. അനിതാ കൃഷി അല്ലെങ്കിൽ അവരൊക്കെ അന്വേഷണം ഉണ്ടാവും. അതെന്നാണ് അന്വേഷണം? സ്ഥലമായോ സ്ഥലം കണ്ടിന്യൂ ചെയ്യണ്ടേ? നമുക്ക് 6 മണിക്ക് മുമ്പായിട്ട് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഹലോ, എൻ്റെ പേര് നൗഷാദ്. ഇവിടെ ചെട്ടിയാൻകുടിയിലെ ഭാഗത്ത് ഒരു ബ്ലോക്കിൻ്റെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ കിണർ ഒരു കുളമായിട്ട് ഉണ്ടായിരുന്നു, പമ്പോസും ഉണ്ട്. അത് മണ്ണിട്ട് തൂർക്കപ്പെട്ടിട്ടുണ്ട്. 2 സ്ഥാനാർത്ഥികളോടുകൂടി ആയിട്ടാണ് അത് പുനരുദ്ധാരണം നടത്താൻ ഉള്ള ശ്രമം ഉണ്ടാവുമോ, അത് കുടിവെള്ള പദ്ധതിയായിട്ട് കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ്. 2 സ്ഥാനാർത്ഥികളും അതിന് മറുപടി പറയേണ്ടതാണ് എന്നാണ് അന്വേഷണം നടത്തിയാണ് പറയുന്നത്. നമ്പർ പറയുന്നത് ആ കുളം എന്ന് പറഞ്ഞത് ഞാനിവിടെ ഫസ്റ്റ് മെമ്പറാകുന്ന കുളം അവിടെ നിലവിലുണ്ട്. ചിന്നച്ചാരം ബ്ലോക്ക് മെമ്പറാണ്. ഇവിടെ ഒരു ടാങ്കൊക്കെ കെട്ടി കുളത്തിൽ നിറച്ച് വെള്ളമുണ്ട്. നല്ല പടവ് ചെയ്തൊരു കുളമാണ്. അത് ആരാ കൊടുക്കുന്നില്ല ജനങ്ങൾക്ക് അന്വേഷണം കണ്ടെത്തട്ടെ. എനിക്കിപ്പോൾ പറയാനുള്ളത് ഞാൻ കൊടുത്താലും അതൊരു കുടിവെള്ള സ്രോതസ് രക്ഷിക്കുക സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളൊരു നയമാണ്. അപ്പോൾ അത് നമ്മൾ രണ്ടാമത് തൂർത്ത് കുളിച്ചിട്ട് വെള്ളം ഉണ്ടോ നോക്കണം. ഇവിടെ ഒരു സംരക്ഷണ സമിതി ഉണ്ടാക്കിയിട്ട് ആ കുളം പൂർവ്വസ്ഥിതിയിൽ തന്നെ ആക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കുളം എങ്ങനെ വറ്റിപ്പോയി എന്തൊക്കെ ആയി എന്നുള്ളതൊക്കെ നമ്മൾ നാട്ടിലെ ജനങ്ങൾക്ക് ശരിക്കും അറിയാം എന്താണ് അത് സംഭവിച്ചതല്ല. അപ്പോൾ ഞാൻ ഒരാളെ കുറ്റപ്പെടുത്താൻ പറയല്ല, ശരിക്കും ആ കുളം നവീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കുളം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് വെള്ളം അടിച്ച് കയറ്റുന്ന ഒരു ടാങ്കും അവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ അവിടെ ഒരു കുളത്തിൻ്റെ ഇതും പിന്നെ ടാങ്കിൽ അല്ലെങ്കിൽ പൈപ്പിട്ട സംഭവം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടിവെള്ള പ്രശ്നമാണുള്ളത്. അപ്പോൾ അത് ഏത് ഭാഗത്തേക്കൊക്കെയാണ് ആ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളത്, അതിന് ഉതകുന്ന രീതിയിൽ അടിയിൽ പൈപ്പും കിണറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ചിലവ് കുറഞ്ഞിട്ടും ആ പദ്ധതി നമുക്ക് ആ കുടിവെള്ളം നമുക്ക് പുനഃസ്ഥാപിക്കണമെങ്കിൽ അത്രയും ചിലവ് കുറഞ്ഞിട്ടും അതിന് ഉതകുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് പുനരുദ്ധരിപ്പിക്കും. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നമുക്ക് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പം അതിന് അനുയോജ്യമായ സ്ഥലത്ത് വേറെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർഡിലെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ആവശ്യമാണ്
കുടിവെള്ള പദ്ധതി എന്നുള്ളത്. അത് നമ്മുടെ വാർഡിലെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നതും ഒരു സത്യമാണ്. അപ്പോൾ നമ്മുടെ സീനത്ത് KGയുടെ പ്രകടന പത്രികയിൽ ഞാൻ കണ്ട ഒരു സംഗതി, നേരത്തെയുള്ള കുളം നവീകരിച്ചുകൊണ്ട് നേരത്തെ അന്യാധീനപ്പെട്ടു പോയ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കപ്പെട്ടു പോയ ആ പദ്ധതിയിലെ ആ കുളം ഉപയോഗിച്ചുകൊണ്ട് നവീകരിച്ച് എല്ലാ ആളുകൾക്കും പരമാവധി വെള്ളമെത്തിക്കുന്ന ഒരു പദ്ധതി ഞാൻ അത് വഹിക്കാൻ സാധിച്ചു. അത് വളരെ സന്തോഷം നിറഞ്ഞൊരു സംഗതിയാണ്. അതുകൊണ്ട് ആ കുളം പൊതുസമൂഹത്തിന് ഓൾറെഡി പഞ്ചായത്ത് പോലും അത് രജിസ്റ്റർ ചെയ്യുകയോ ബ്ലോക്ക് അവരുടെ ആ ഒന്നും ചെയ്യാത്ത, ശരിക്കും ഗവൺമെന്റ് പദ്ധതി അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഒരു രേഖയും ഇപ്പോഴും എവിടെയും ഇല്ല എന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ അത് വിട്ടുകൊടുക്കാതിരുന്നാൽ ഉടമസ്ഥൻ ഒരു കോടതിയിലും ഒരു പ്രയാസമില്ലാത്ത സംഗതി ആയിട്ട് പോലും അവര് അതിന്റെ ഉടമസ്ഥനെ നമ്മുടെ വാർഡ് മെമ്പറോട് പറഞ്ഞത് നിങ്ങൾ ഈ കുളം ഉപയോഗിക്കണമെന്നാണ്. ഈ കുളം ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും വെള്ളം കൊടുക്കണം എന്ന ഒരു സംഗതി ഇതിന്റെ ഉടമസ്ഥൻ പറഞ്ഞത് നമ്മൾ എന്തുകൊണ്ടും സ്വാഗതം ചെയ്യേണ്ട സംഗതിയാണ്. കാരണം ഒരു സെന്റ് ഭൂമി ആധാരത്തില്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാത്ത ഈ ഘട്ടത്തിൽ ഈ വെള്ളം വേറൊരു ഭാഗത്തേക്ക്, വെള്ളമില്ലാത്ത ഭാഗത്തേക്ക് വെള്ളം കൊടുക്കണമെന്ന് ഉടമസ്ഥന് നമ്മുടെ സ്ഥാനാർത്ഥിയോട് പറഞ്ഞിട്ടുള്ളത് വലിയ സ്വാഗതം ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരമാവും എന്നും ഞാൻ അറിയിക്കുന്നു. അപ്പം നമുക്ക് ഏകദേശം അന്വേഷണങ്ങളും നിർദ്ദേശങ്ങളും സ്ഥാനാർത്ഥികൾ അതിനോട് രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് അതിനോട് പ്രതികരിച്ചു. ഇനി നമുക്ക് 6 മണിയാകുമ്പോഴേക്കും ഇത് കൺക്ലൂഡ് ചെയ്യുക. ഏകദേശം 10-13 മിനിറ്റ് ഇനി ബാക്കി. അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളോട് ഒരു മോഡറേറ്റർ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഈ പഞ്ചായത്തിലെ കുറച്ചു കാലം പ്രസിഡന്റ് മാധവമൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ഒരു വിനീതം എന്നുള്ളത് ചെറിയ 1-2 കാര്യങ്ങൾ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് ഒരുപാട് ചരിത്രമുള്ള പഞ്ചായത്ത്, ഒരുപാട് വിഭവമുള്ള പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൻ്റെ വിഭവങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ പഞ്ചായത്തിലൂടെ ഉമ്മ വെച്ചൊഴുകിപ്പോകുന്ന ചാലിയാർ നീവനീയമാണ് ഒന്നാമത്തെ വിഭവം. നമ്മോട് കഥ പറയുന്ന പക്ഷിമഘട്ട തായ്വാരകൾ ആണ് രണ്ടാമത്തെ വിഭവം. മൂന്നാമത്തേത് പുഞ്ചിരിക്കുന്ന നെൽപ്പാടുകൾ, നമ്മോട് കഥ പറയുന്ന കൃഷിത്തോട്ടങ്ങളാണ്. ഇതിലൊക്കെ ഉപരിയായി 29,000 പരം വരുന്ന പ്രബുദ്ധരായിട്ടുള്ള ജനതയാണ് നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ്. നമ്മളൊന്നുകൂടി ആലോചിക്കണം, ഈ നാട്ടിലെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല ബുദ്ധിയുള്ള, നന്നായിട്ട് പഠിക്കുന്ന, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എവിടേക്ക് പോകുന്ന ഒരു പാരമ്പര്യമുള്ള മണ്ണാണ്. ഈ വിഭവങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രൗഢമായിട്ടുള്ള ഒരു ചരിത്രം കൊടിയത്തോടിയിട്ടുണ്ട്. ഇവിടെ 921 പറ്റി പറഞ്ഞു. ബ്രിട്ടീഷ് ലേഖകരിൽ പോലും ഏറനാട് വെള്ളുവനാട് താലൂക്കിലല്ലാതെ 921 കാർഷിക യുദ്ധം അല്ലെങ്കിൽ കാർഷിക വിപ്ലവം നടന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് ചെറുവാടി. 2 സ്ഥാനാർത്ഥികളുടെ കുടുംബങ്ങളും ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ഡൽഹിയിൽ നിന്നും 2400 രൂപ കൊടുത്തിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ചരിത്രരേഖ കേരള അനന്തരമായിട്ട് ആ അനന്തര നേതൃത്വത്തിലുള്ള ചെറുപാടിലേക്ക് മാർച്ച് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് പട്ടാളത്തിലെ 700 പരം സഹപ്രവർത്തകരോട് കൂടിയിട്ട് യുദ്ധം ചെയ്ത് അവസാനം 64 പേര് മരിച്ചുപോയ ഒരു സംഭവത്തെ സംബന്ധിച്ച് ആ റിപ്പോർട്ടിൽ പറയുന്നു. ഹിച്ച്കോക്ക് എന്ന് പറയുന്ന അന്നത്തെ മലബാറിലേക്ക് നിയമിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഓഫീസർ ഔദ്യോഗികമായിട്ട് ബ്രിട്ടീഷ് സർക്കാരിനെ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ പലതും ആ പുസ്തകത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികളായതുകൊണ്ടാണ് ഞാൻ
വിഷയം ഇങ്ങനെ പറയുന്നത്. ഇത് മാത്രമല്ല, അതിസമ്പന്നമായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഉദാഹരണത്തിന് അതൊരു ഹിന്ദു മുസ്ലിം യുദ്ധമായിരുന്നു എന്ന് പലരും അറിയാതെ ചരിത്രം പഠിക്കാതെ പറയുന്നു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിലെ പല നേതാക്കന്മാരും ചെറുവാടികളുടെ പല പ്രദേശങ്ങളിലും ഉദാഹരണത്തിന് വെള്ളംകോട്ടി, തറമ്മൽ, കൂടത്തിൽ തുടങ്ങിയിട്ടുള്ള പറമ്പുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കബറിടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അന്ന് ഹിന്ദു സഹോദരന്മാരെ ദ്രോഹിച്ചതിന്റെ പേരിൽ വധിക്കപ്പെടുകയും അവസാനം ഹിന്ദു സഹോദരന്മാരെ വധിച്ചിട്ടുള്ളവരെ, ഹിന്ദു സഹോദരന്മാരെ ഉപദ്രവിച്ചിട്ടുള്ളവരെ ഇവിടെ രാജ്യദ്രോഹികളായതുകൊണ്ട് ഞങ്ങളുടെ കബർസ്ഥാനുകളിൽ അവരെ മറവ് ചെയ്യണ്ട എന്നും അവരെ നിങ്ങളെ പറമ്പിൽ കൊണ്ടുപോയി മറവ് ചെയ്തോളാൻ എന്ന് അന്നത്തെ ആൾക്കാർ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പറമ്പുകളിലേക്ക് ഈ ഒറ്റപ്പെട്ട കവറുകൾ ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഭൂമി, നമ്മുടെ ഗ്രാമം നിലനിർത്തി പോന്നിട്ടുള്ള സാമുദായിക സൗഹാർദ്ദത്തിന്റെ ആഴം നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയ ചരിത്ര സത്യം. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, ഇവിടെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ വികസന സ്വപ്നങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ വികസന സ്വപ്നങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് കുടിവെള്ളവും റോഡും മാത്രമായിട്ട് നമ്മുടെ വികസന സ്വപ്നങ്ങളെ ചുരുക്കിക്കളയും. പകരം നമുക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ് അടിസ്ഥാനപരമായിട്ടുള്ള വികസനം. ജനങ്ങളിൽ ഉണ്ടാകുന്ന ചിന്താഗതികളും ജനങ്ങൾ പുലർത്തുന്ന മര്യാദകളുമാണ് ഏറ്റവും വലിയ വികസനം. സമാധാനത്തിനെ സംബന്ധിച്ച് ഇവിടെ ഒരു സ്ഥാനാർത്ഥി വിളിച്ചു. ലോകത്ത് നമുക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും മനസ്സമാധാനം, മനസ്സുഖമില്ലെങ്കിൽ, നാട്ടിൽ സൗഹാർദ്ദവും സ്നേഹവും ഇല്ലെങ്കിൽ പിന്നെ എന്ത് വികസനം നടന്നിട്ട് എന്താണ് കാര്യം? അവിടെ നമ്മൾ വളരെയധികം വിശിഷ്യ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിലും ആദർശങ്ങളിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മാനിക മണികളാണ് എന്നുള്ള ആ ഒരു സത്യം നമ്മുടെ ആ സത്യമായിട്ട് തന്നെ നിലനിർത്താൻ എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിലുണ്ടാകുന്ന ഫണ്ടും ഗ്രാൻഡായിട്ട് കിട്ടുന്ന ഫണ്ടും MLA തരുന്നതും MP തരുന്നതും മാത്രമല്ല ഫണ്ടുള്ളത്. ഒരുപാട് ഏജൻസികൾ സംസ്ഥാന അടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിലും അന്തർദേശീയ അടിസ്ഥാനത്തിലുമൊക്കെ ഗ്രാമങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് നിലവിലുണ്ട്. ഈ ഫണ്ടിങ് ഏജൻസികളുടെ ഫണ്ടുകൾ കൊണ്ടുവരുന്നതിൻ്റെ നായകത്വം അതാത് ഗ്രാമ മെമ്പർമാർ നിർവഹിക്കണം. നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേതാവ് കൂടിയായിട്ട് നിങ്ങൾ മാറണം എന്നുള്ള ഒരു അപേക്ഷയും. ഇത് മാത്രമല്ല ഫണ്ട്, ഇതിലൂടെ മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം, ലോകത്തിൽ സർക്കാരിന് സമാന്തരമായിട്ട് സർക്കാർ ഇതര ഏജൻസികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, NGOs പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ ഇതര സംഘടനകൾ എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ഈ NGOസിന്റെ കൂട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ആരും മനസ്സിലാക്കാത്ത ഒരു വലിയ സത്യമാണ്. NGOസിന് കിട്ടുന്ന ഫണ്ടെല്ലാം ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്നു. ഡൽഹിയിലെ എല്ലാ മന്ത്രാലയങ്ങളിലും NGO ഫണ്ടുകൾ, സർക്കാരിന് സമാന്തരമായിട്ട് സർക്കാർ ഇതര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ അത്തരം ഏജൻസികളുടെ ഫണ്ട് കൊണ്ടുവരുവാൻ ഒരുപക്ഷെ നമ്മുടെ ഒരു പഞ്ചായത്തിൽ ഒരു കൊല്ലം കിട്ടുന്നത് 3 കോടിയോ 4 കോടിയോ ആണെങ്കിൽ 10, 15, 20 കോടി രൂപ ഒറ്റയടിക്ക് മറിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പാത നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൂടി നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. പിന്നെ നമ്മുടെ ആരോഗ്യം ഇവിടെ സൂചിപ്പിച്ചു. ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ഇവിടെ നിലനിൽക്കൂ. ഈ ആരോഗ്യരംഗത്ത് വിശിഷ്ട എന്ന് ജീവിതശൈലി രോഗങ്ങൾ സാർവത്രികമായിട്ടുണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആരോഗ്യരംഗത്ത് നമ്മുടെ ശ്രദ്ധ കുറെ കൂടി പ്രത്യേകിച്ചും ബോധവൽക്കരണ രംഗത്ത് ഉണ്ടാവണം. ഇപ്പൊ സ്ത്രീ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ
സൂചിപ്പിക്കുകയുണ്ടായി. ഒരു വിഷയം മാത്രം ഞാൻ സ്പർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു. നമ്മളിൽ പലരും നമ്മളെ പല ചെറുപ്പക്കാരും ഇന്ന് കല്യാണം കഴിക്കുന്നത്, കല്യാണം കഴിച്ചിട്ടുള്ള പല കുട്ടികൾ ഏകദേശം 20-25% വരുന്ന ദമ്പതികൾക്ക്, പുതിയ വിവാഹം നടന്നിട്ടുള്ള ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഈ വന്ധ്യത 20-25% വളരുകയാണ് കേരളത്തിൽ. 15 കൊല്ലം മുമ്പ് കോഴിക്കോട്ട് വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്ത് നിന്ന് ഏകദേശം 25ഓളം വന്ധ്യതാ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. കല്യാണം കഴിച്ചിട്ടും 1 കൊല്ലം, 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, 4 കൊല്ലം, 5 കൊല്ലമായിട്ട് കുട്ടികൾ ഉണ്ടാവാത്ത എത്ര ദമ്പതികൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട്, നിങ്ങളുടെ ഗ്രാമത്തിലുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ പുലർത്തുന്ന ജീവിത ശൈലി, ഇതൊക്കെ ഇതിന്റെ കാരണമായിട്ടുണ്ട്. അപ്പോ സ്ത്രീ വിഷയങ്ങളിൽ ഏറ്റവും അധികം ആധികാരികമായി ഇടപെടാൻ സാധിക്കുക സ്ത്രീകളായിട്ട് ജനപ്രതിനിധികൾ. അതുകൊണ്ട് തന്നെ എ ജയിച്ചാലും ബി ജയിച്ചാലും ഇതെല്ലാം നിങ്ങളുടെ ബാധ്യതയാണ്, ഇതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണവും കൂടി നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് സവിനയമായി അപേക്ഷിക്കുന്നു. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഒരാൾ വരുമ്പോൾ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലുള്ള ഒരു നായികയായിട്ടൊരു നേതാവായിട്ട് നിങ്ങൾ മാറുകയും, നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, ഈ ഗ്രാമത്തിന്റെ സാംസ്കാരിക നേതൃത്വം നിങ്ങളിലായിരിക്കും, ഈ ഗ്രാമത്തിന്റെ വിദ്യാഭ്യാസ നേതൃത്വം നിങ്ങളിലായിരിക്കും, ഈ ഗ്രാമത്തിന്റെ പരിവർത്തനത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളുടെ ചുമലിലായിരിക്കും. ആ ബോധ്യത നിങ്ങൾക്കുണ്ടാവുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് ഉണർത്തുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള. ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ഇന്നത്തെ ഈ കൂട്ടായ്മ തികച്ചും സൗഹാർദ്ദപരമായിരുന്നു, തികച്ചും സ്നേഹപൂർവമായിരുന്നു. ഈ സ്നേഹം ഒരാളെ ജയിക്കുന്നു, ഒരാൾ തോറ്റു, 2 സ്ഥാനാർത്ഥികളിൽ ഒരാൾ തോറ്റു. ആ തോറ്റാലും ജയിച്ചാലും നിങ്ങൾ സഹോദരിമാരായി ഈ ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ 16-ാം വാർഡിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കൈകോർത്തുകൊണ്ട് നാളെയും നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന രീതി നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം സഹോദരിമാരെ എന്ന അപേക്ഷയോട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇനി എന്താണ് അടയാളം 2025 സ്ഥാനാർത്ഥികളുമായി സംവദിക്കാമെന്ന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇവിടെ സംയുക്ത കൂട്ടായ്മയും MTV ന്യൂസും സംയുക്തമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോ വാർഡുകളിലും അതിൻ്റെതായ കാര്യമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സംയുക്ത കൂട്ടായ്മയ്ക്ക് നിങ്ങളെ ഉണർത്താനുണ്ട്. ഇതിൽ നിന്ന് ആര് ജയിക്കുകയാണെങ്കിലും അവരായിരിക്കും ഞങ്ങൾക്ക് ആ വാർഡിന്റെ മെമ്പർ, ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഭരണാധികാരി. അവരുടെ കൂടെ ഈ സംയുക്ത കൂട്ടായ്മ ചെറുവാടിയുടെ വികസന മുന്നേറ്റം, വികസന താല്പര്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, അതേപോലെ രാഷ്ട്രീയ പാർട്ടിയുള്ള ആളുകൾ തന്നെയാണ് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറുവാടിയുടെ വികസനം എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത്. അത് MLA ആണെങ്കിലും MP ആണെങ്കിലും വാർഡ് മെമ്പർ മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വരെ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനകീയ അടിത്തറ നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും ഇവർക്ക് നൽകിക്കൊണ്ട് അവരെ അതിന്റെ പിന്നാലെ ഞങ്ങളത് ഓരോ പ്രൊജക്ടുകൾക്ക് പിന്നാലെ ഞങ്ങളതിന്റെ പിന്നാലെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ജനകീയ സംയുക്ത കൂട്ടായ്മ. മാവൂർ ന്യൂസാണ് ഇതിന്റെ മറ്റൊരു സംഘാടകർ. പുതിയ ന്യൂസ് ചാനലുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും ന്യൂസുകൾ നന്നായി കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ചാനലാണ് MTV ന്യൂസ്. അവരുമായി സംയുക്തമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം 2ാമത്തെ ദിവസം കിടക്കുകയാണ്. നാളെ നമ്മുടെ പരിപാടി ചെറുവാടി 12-ാം വാർഡും 11-ാം വാർഡും സംയുക്തമായിട്ടാണ് നടത്തപ്പെടുന്നത്. അതിലേക്ക് എല്ലാവരെയും ഭദ്രമായി ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ സംഘാടക സമിതി ചെയർമാൻ കോർഡിനേറ്ററായ ഗുലാം ഹസൻ സാഹിബാണ് ഈ പരിപാടി ഇവിടെ സമാപന
നന്ദി പ്രകാശിപ്പിക്കുന്നതും ഞങ്ങളുടെ സംയുക്ത കൂട്ടായ്മയുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നതും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് നന്ദി പറയാനുള്ള അവസരം ഇതോടുകൂടി ഉണ്ടാകും. ബഹുമാന്യരെ, ഈ പരിപാടിയിൽ എത്തിപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഈ പൊതുസമൂഹത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് നന്ദി പറയുന്നത്. സമയം അതിക്രമിച്ച് കഴിഞ്ഞ് 6 മണി കഴിഞ്ഞു. സമയക്കാലത്ത് പാലിക്കണം നിർബന്ധമുള്ളതാണ്. ഇനി ഇതിൻ്റെ ആവശ്യങ്ങൾ കൂടി പറയാനുള്ള സമയമെല്ലാം കഴിഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജലമിഷൻ ജലജീവൻ മിഷൻ ബന്ധപ്പെട്ട് 2024 50 കോടി രൂപ പഞ്ചായത്തിലേക്ക് ചെലവഴിച്ചുകൊണ്ട് ഹൈടെക് രീതിയിലുള്ള കുടിവെള്ള പദ്ധതിയാണ് ആവശ്യക്കാർ. ആ പദ്ധതി ഇതുവരെ കൊടിയത്തൂർ പഞ്ചായത്ത് കൊടുത്തിട്ടില്ല. അത് ആര് കുറ്റക്കാരെന്ന് നിങ്ങൾ പറയുന്നില്ല. ഇതുവരെ ആ പദ്ധതിയിൽ ജല അതോറിറ്റിയുടെ മഹാഭാവ ഓഫീസ് നോക്കിയാണ് അവർ കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ രേഖ ആ പ്രൊജക്റ്റിലില്ല. ദയവ് ചെയ്ത് ആ പ്രൊജക്റ്റിലേക്ക് ഉൾപ്പെടുത്താനുള്ള പദ്ധതി 2 മെമ്പർമാർ ഞാനിപ്പോൾ നിങ്ങൾ മെമ്പർമാരായിട്ടാണ് കാണുന്നത്. 2 മെമ്പർമാരായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ളത്. സ്ഥാനാർത്ഥികൾ നിങ്ങൾ ആരും മെമ്പറാവാം. പക്ഷെ കാര്യമായി ഈ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ എവിടെയുള്ള കാര്യമാണ് നമ്മളെ പഞ്ചായത്ത് കൂടിമാണെന്നത് പകുതി കേരള സർക്കാർ 40% കേരള സർക്കാർ 10% പഞ്ചായത്ത്. ഇതാണ് ബാക്കി ഉപഭോക്താവിധമായിട്ട് വന്നിട്ടാണ് ആ പദ്ധതി നടത്തുന്നത്. അതിൽ മാത്രം നിങ്ങൾ കോൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല 2024 കേന്ദ്ര ഗവൺമെന്റ് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഗുജറാത്തിൽ ഉണ്ടാക്കിയ പദ്ധതിയാണ്. അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയാണ്. അത് കട്ടിപ്പാറ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളും ഏതാണ്ട് 95% പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെട്ടില്ല. ഞങ്ങൾക്ക് രേഖ കഴിഞ്ഞ ആഴ്ച പരിശോധിച്ചാൽ. അപ്പോൾ ദയവ് ചെയ്ത് അത് മാത്രം നിങ്ങൾ ഉൾപ്പെടുത്തി കിട്ടിയാൽ ഈ പഞ്ചായത്ത് കുടിവെള്ള പ്രശ്നം തീരും. മറ്റൊന്നും ഞാൻ പറയുന്ന സമയം 6:05. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും നന്ദി പറയാം. നിങ്ങൾക്ക് നന്ദി പറയാൻ അവസരവും നന്ദിയാണ്. പ്രിയമുള്ളവരെ, ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നത്. നിങ്ങളെല്ലാവരും നല്ല ആക്റ്റീവായി പങ്കെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലും കരോചിതമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും എടുത്തുകൂടി നന്ദി പറയുന്നത്. ഈ സാമി പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ തന്ന ഉപദേശങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉപദേശങ്ങൾ നൽകിയവർക്കും സാങ്കേതിക സഹായം നൽകിയവർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ